ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43-44 വാക്യങ്ങൾ. പിറ്റേനാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളിൽ തൻ്റെ ജീവിതം കൊണ്ട് വളരെ വ്യത്യസ്തനായ ശിഷ്യനായിരുന്നു ഫിലിപ്പോസ്. പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും നാടായ ബെത്സയിദയിൽ നിന്ന് ഉള്ള ശിഷ്യനായിരുന്നു ഫിലിപ്പോസ്. കർത്താവായ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു. പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്ന യവനന്മാർ അവർ ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറയുന്നു, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. ഫിലിപ്പോസ് അത് അന്ത്രയോസിനോടും രണ്ടുപേരും കൂടെ ചെന്ന് അത് യേശുവിനോട് പറയുന്നു. ഈ സംഭവം നടക്കുന്നത് ഹോശാനയ്ക്ക് മുമ്പാണ്. താൻ ഏൽക്കുവാൻ പോകുന്ന വലിയ ക്രൂശ് അനുഭവത്തെപ്പറ്റി ക്രിസ്തു ബോധ്യവാനായിരുന്നുവെന്ന് 27-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്ന് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഈ സംഭവം നടക്കുന്നത് ഈ അനുഭവത്തിലൂടെയാണ്. അതിവേദനയിലായിരിക്കുന്ന ഒരു നിമിഷം ഈ കൂടിക്കാഴ്ച ഒരുപക്ഷെ മാറ്റിവെക്കാമായിരുന്നു. എന്നാൽ ലോകരക്ഷകനായ ക്രിസ്തുവിനെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അത് നീട്ടിവെക്കാൻ പറ്റില്ല എന്ന് ഫിലിപ്പോസിന് വളരെ വ്യക്തമായി അറിയാം. അങ്ങനെ ഫിലിപ്പോസ് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചൂണ്ടുപലകയായി മാറുന്നു. ഇപ്പോൾ മാത്രമല്ല ഫിലിപ്പോസ് യേശുവിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നത്. അത്തിയുടെ കീഴിലിരിക്കുന്ന നഥനിയേലിനെ കാണുമ്പോൾ അവനോട് ഫിലിപ്പോസ് യേശുവിൻ്റെ കാര്യം പറയുകയും അവൻ യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആ സംഭവത്തിൽ ഫിലിപ്പോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നഥനിയേലിനോട് പറയുന്നു, നീ വന്ന് കാണുക എന്ന് പറയുകയാണ്. വലിയ കാഴ്ചയുടെ വസന്തത്തിലേക്ക് നഥനിയേലിനെ ഫിലിപ്പോസ് കൂട്ടിക്കൊണ്ടുവരുന്നു. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ നാം തക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തെപ്പറ്റിയും ബോധ്യമുള്ള വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. യവനന്മാർ ഒരു സമൂഹമായി അവൻ്റെ അടുത്തേക്ക് വന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ പെസഹ പെരുന്നാളിനടുപ്പിച്ച് വലിയ പുരുഷാരം യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരെ പറഞ്ഞയക്കേണ്ട ആവശ്യകതയെപ്പറ്റി വരുമ്പോൾ രാത്രി സമയത്ത് അവരുടെ വിശപ്പിനെപ്പറ്റി ബോധ്യം വരുന്നു. ആ കാര്യം യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നത് ഫിലിപ്പോസാണ്. അങ്ങനെ അവരുടെ വിശപ്പിനെ പറ്റിയുള്ള ബോധ്യത്തോടുകൂടി ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തോട് ഫിലിപ്പോസ് ക്രിയാത്മകമായി പ്രതികരിക്കുന്നു. ഫിലിപ്പോസിൻ്റെ ഈ ഇടപെടൽ സമൂഹത്തിൻ്റെ ഭൗതിക വിശപ്പും ആത്മീയ വിശപ്പും ശമിപ്പിക്കുവാൻ ഇടയാകുന്നു. സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ നാം ഗൗരവപൂർവ്വം കാണുന്നവരാണോ? ഫിലിപ്പോസ് മറ്റുള്ള വ്യക്തികളെ വിശ്വാസത്തിൻ്റെ അറിവിലേക്കും അനുഭവത്തിലേക്കും വഴി നടത്തുന്ന വ്യക്തി കൂടിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 വാക്യങ്ങളിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ്റെ മാനസാന്തരം നാം കാണുന്നു. എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായിരുന്നവൻ. യെരുശലേമിൽ നമസ്കരിച്ച മടക്കയാത്രയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നു. ആത്മവ്യാപാരത്താൽ ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടക്കുന്നു. ഫിലിപ്പോസ് അവനോട് ചോദിക്കുന്നത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? പൊരുൾ തിരിച്ചരാൻ ഒരാളില്ലാതെ എങ്ങനെ ഗ്രഹിക്കും എന്ന് ഷണ്ണൻ മറുപടി പറയുമ്പോൾ ഫിലിപ്പോസ് തേരിൽ കയറി കൂടെയിരുന്ന് തിരുവെഴുത്ത് വ്യാഖ്യാനിച്ചു കൊടുത്തു.
യേശുവിനെ പറ്റിയുള്ള സുവിശേഷം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം വിശ്വാസത്തിൻ്റെ അറിവിലേക്കും അനുഭവത്തിലേക്കും വന്ന് സ്നാനം ഏൽക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യനായ ഫിലിപ്പോസിൻ്റെ ഈ നല്ല മാതൃക നമുക്ക് പിന്തുടരാം. നാം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരോ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരോ, മറ്റുള്ളവരെ വിശ്വാസത്തിൻ്റെ അറിവിലേക്കും അനുഭവത്തിലേക്കും ആനയിക്കുന്നവരോ, അങ്ങനെ ഫിലിപ്പോസിനെ പോലെ മറ്റുള്ളവരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ രക്ഷകനായ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുവാൻ ഈ ദിവസങ്ങളിലും തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഞങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.